കൂടുതൽ ഹൈറായ സമയം യഥാർത്ഥത്തിൽ ഏതാണ് പ്രിയപ്പെട്ടവരെ? ഇശ കഴിഞ്ഞ ഉടനെ നമസ്കരിക്കലാണോ, അതല്ല പിന്നീടുള്ള അർദ്ധരാത്രിക്ക് ശേഷമുള്ള നമസ്കാരമാണോ? ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയട്ടെ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല എന്ന് ഭയപ്പെടുന്നവർ തുടക്കത്തിൽ നമസ്കരിക്കട്ടെ, എന്നാൽ രാത്രിയുടെ അവസാനത്തിൽ നമസ്കരിക്കാൻ പറ്റുമെന്ന് കരുതുന്നവർ ആ സമയത്ത് നമസ്കരിക്കട്ടെ. അത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന നമസ്കാരമാണ്, സന്ദർഭമാണ്. വദാലിക അഫ്ളലു, അതാണ് കൂടുതൽ ശ്രേഷ്ഠമായത്. അപ്പോൾ ഏത് സമയത്താണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്? അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇത് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറ്റാത്തവർ, ഖുർആൻ ധാരാളമായി ഓതി നമസ്കരിക്കാൻ പറ്റാത്ത ആളുകൾ, അത്തരം ആളുകൾക്കുള്ള തഖ്വയിലും പുണ്യത്തിലുമുള്ള ഒരു സഹായം എന്നുള്ള നിലക്ക് തന്നെയാണ് തുടക്കത്തിൽ അത് നിർവഹിക്കപ്പെടുന്നത്. ഇല്ല എങ്കിൽ അവസാനത്തിലാണ് ഏറ്റവും ഖൈർ. അതിനുള്ള തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇക്കാര്യം മനസ്സിലാക്കിയ സ്വഹാബികൾ അതിൽ വളരെ കൃത്യമായ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാം, മദീന പള്ളിയിൽ ഓരോ ആളുകളും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി നമസ്കരിച്ചതിനെ ഒറ്റ ഇമാമിൻ്റെ കീഴിലാക്കിയതാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പക്ഷേ ആ തുടക്കത്തിലുള്ള തറാവീഹിൽ പങ്കെടുത്തിരുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ വാചകം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയിൽ അദ്ദേഹം പറയുകയാണ്, വല്ലത്തി യനാമൂന അൻഹാ അഫ്ളലു മിനല്ലത്തി യഖൂമൂൻ. ഇപ്പോൾ തറാവീഹിൽ പങ്കെടുത്ത ആളുകളെക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്നത് ഇപ്പോൾ ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റ് വന്ന് നമസ്കരിക്കുന്നവരാണ്. യുരീദു ആഖിറൽ ലൈൽ, അഥവാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത് രാത്രിയുടെ അവസാനമാണ്. വകാന നാസു യഖൂമൂന അവ്വലഹു, കാരണം ജനങ്ങൾ ആദ്യത്തിലായിരുന്നു നമസ്കരിച്ചിരുന്നത്, ഇശ കഴിഞ്ഞ ഉടനെ. അവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ആ സമയത്ത് നമസ്കരിക്കാതെ അർദ്ധരാത്രിക്ക് ശേഷം നമസ്കരിക്കുന്നവർക്കാണ് കൂടുതൽ ഖൈർ, അതാണ് അഫ്ളൽ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെയും കൊണ്ട് റമളാനിൽ അവസാനത്തെ 10 3 ദിവസങ്ങളിൽ ജമാഅത്തായി നിർവഹിച്ചിട്ടുണ്ട്. അതിൽ 27-ാം രാവിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത്, ആ 3 ദിവസം ബാക്കിയുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തെയും തൻ്റെ ഭാര്യമാരെയും എല്ലാം വിളിച്ചുണർത്തി, ഫഖാമ ബിന, ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു, ഹത്താ തഖവ്വഫ്നൽ ഫലാഹ്, ഞങ്ങൾ സുഹൂറിന് അത്താഴത്തെ ഭയപ്പെടുന്നത് വരെ, എന്ന് പറഞ്ഞാൽ അത്താഴം കഴിക്കാൻ സമയം കിട്ടൂലേ എന്ന് തോന്നുന്നത് വരെ ഞങ്ങളെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നമസ്കാരം അവസാനിച്ചത് ഏകദേശം ഫജ്റിനോടടുത്താണ്. അത്രയും സുദീർഘമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന റമളാനിലെ അവസാനത്തെ 10 ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദർഭത്തെ തിരഞ്ഞെടുത്ത്, പ്രത്യേകിച്ചും ജമാഅത്തായി നമസ്കരിക്കാൻ അനുവാദമുള്ള സുന്നത്താക്കപ്പെട്ട ഒരു നമസ്കാരം അർദ്ധരാത്രിക്ക് ശേഷം ആളുകൾ നമസ്കരിക്കുന്നതിനെ പാടില്ല, തെറ്റാണ് എന്ന് പറയാൻ ഒരു ന്യായവും ഒരു നിർവാഹവുമില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ